കോളേജിൽ എല്ലാ കലാപരിപാടിയിലും ഉണ്ടായിരുന്നു ഹക്കീം. അത് കാരണം ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവന്. ആണായും പെണ്ണായും എല്ലാവരെയും സൗഹൃദത്തിൽ തളച്ചിട്ട് ഹക്കീം. അതിനപ്പുറത്തേക്ക് കടക്കാൻ ഹക്കീം ആരെയും അനുവദിച്ചില്ല. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി നടന്നു. ഡിഗ്രി ഫൈനൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉപ്പ ഹക്കീമിനെ കടയിൽ കൊണ്ടിരുത്തി. മനസ്സില്ലാ മനസ്സോടെ ഉപ്പ പറയുന്നത് കേട്ട് നടന്നു. എന്നാലും കരയിൽ പിടിച്ചിട്ട ബ്രാലിനെ പോലെയായിരുന്നു ഹക്കീം. 2 ആഴ്ച കൊണ്ട് കച്ചവടതന്ത്രങ്ങൾ ഉപ്പയുടെ അടുത്ത് നിന്നും പഠിച്ചു ഹക്കീം. ആളുകളുമായി ഇടപഴകി പരിചയമുള്ള കാരണം കസ്റ്റമേഴ്സിനോട് ഇടപഴകാൻ പെട്ടെന്ന് പഠിച്ചു. കടയിൽ വേറെയും ജോലിക്കാരുണ്ടായിരുന്നു. അവർ കച്ചവടം നടത്തി പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹക്കീമിന് വലിയ തലവേദന ഉണ്ടായിരുന്നില്ല. അക്ബർ ഇക്കായുടെ കടയിൽ പ്രധാന കണക്കപ്പിള്ള. മുതലാളിയോട് 100% കൂറുള്ള വ്യക്തിയാണ് അക്ബർക്ക. ചെറുപ്പം തൊട്ട് ഹാജിയുടെ കൂടെ കൂടിയതാണ് അക്ബർക്ക. എല്ലാ കാര്യത്തിനും ഹാജിയാർ വിശ്വസ്തയോടെ കൂടെ കൂട്ടിയിരുന്നത് അക്ബറിനെയായിരുന്നു. അക്ബറിൻ്റെ വിവാഹം നടത്തിയതും വീട് വയ്ക്കാൻ സഹായിച്ചതും ഹാജിയാരാണ്. ഇപ്പോൾ അക്ബറിന് 6 മക്കളുണ്ട്. 6ഉം പെൺമക്കളായിരുന്നു. എല്ലാവരെയും ഹാജിയാരുടെ സഹായം കൊണ്ട് വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ അവരെല്ലാം സന്തോഷമായി ജീവിക്കുന്നു. ഇപ്പോൾ പുരയിൽ അക്ബറും ബീവി ആമിനയും മാത്രമേയുള്ളൂ. സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ 2 പേരും. ഇടയ്ക്ക് വിശേഷങ്ങൾക്ക് മക്കൾ വന്ന് 2 ദിവസം നിന്നിട്ട് പോകും. അപ്പോൾ വീട്ടിൽ മക്കളും അവരുടെ കുട്ടികളും കൂടിയുള്ള ഉത്സവമാണ്. അത് കാണുമ്പോൾ ആമിനയ്ക്കും അക്ബറിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ചെറുപ്പത്തിലെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം ഇടയ്ക്ക് അക്ബറിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അക്ബർ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. ഉപ്പായ്ക്ക് പലചരക്ക് കടയായിരുന്നു. മൂത്ത മകനായിരുന്നു അക്ബർ. താഴെയുള്ളത് പെണ്ണുങ്ങൾ. സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബം പെട്ടെന്ന് സന്തോഷം കെടുത്തിക്കൊണ്ട് ഉപ്പായ്ക്ക് ക്യാൻസർ വന്നു. ചികിത്സയ്ക്ക് വേണ്ടി കടയെല്ലാം കൊടുത്തു. അപ്പോൾ അക്ബർ 10ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. ബുദ്ധിമുട്ടുകൾക്കിടയിൽ അക്ബർ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് ഉപ്പയുടെ മരണം. ആ കുടുംബത്തിനെ അത് വല്ലാതെ പിടിച്ചു കുലുക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മയും മക്കളും വിഷമത്തിലായി. അപ്പോഴാണ് ഉപ്പയുടെ ചങ്ങാതി അക്ബറിനെ ഹാജിയാർക്ക് പരിചയപ്പെടുത്തിയത്. കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഹാജിയാർ അക്ബറിനോട് കൂടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ കൂടെ കൂടിയതാണ് അക്ബർ. പെങ്ങന്മാരെ എല്ലാവരും ഹാജിയാരുടെ സഹായം കൊണ്ട് കെട്ടിച്ചയച്ചു. വീട്ടിൽ ഉമ്മ മാത്രമായപ്പോൾ അക്ബറിനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു ഹാജിയാർ. 2 വർഷം മുമ്പ് ഉമ്മ മരിച്ചു. അക്ബറും കുടുംബവും ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുന്നു. എല്ലാം ഹാജിയാരുടെ സഹായത്താലാണ്. അക്ബറിന് നന്നായി അറിയാം. അതിൻ്റെ നന്ദി ഇന്നും ഉണ്ട് ഹാജിയാരോടും അക്ബറിന്. ഇന്ന് ഹാജിയാർക്ക് വിശ്വസ്തൻ അക്ബർ മാത്രം. ഒരു ദിവസം കടയിൽ നല്ല തിരക്കുള്ള സമയത്താണ് പാത്തു ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നത്. നിന്ന് ക്ഷമ നശിച്ചപ്പോൾ പാത്തു ക്യാഷിലിരുന്ന ഹക്കീമിനോട് ഒരാൾ വന്നിട്ട് കുറേ നേരമായി. ആരാ അത്? ഹക്കീം ചോദിച്ചു. ഈ ഞാൻ തന്നെയാ, പാത്തു ദേഷ്യത്തിൽ പറഞ്ഞു. ചൂടാവല്ലേ കുട്ടി, ഞാൻ കുട്ടിയൊന്നുമല്ല. പിന്നെ ആരാ? ഞാൻ ഫാത്തിമയാണ്. ആണോ? കണ്ടാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നൂ. ഫാത്തിമയാണെന്ന് തോന്നുകയില്ല. കളിയാക്കിയതാണല്ലേ? അല്ല, ശരിക്കും പറഞ്ഞതാ. അപ്പോൾ ശരിക്കും കളിയാക്കിയതാണല്ലേ? അല്ല, കുട്ടിക്ക് എന്താ വേണ്ടത്? കുട്ടിക്ക് ഇത്തിരി മാമ്പഴം വേണം. ഇത്തിരി മാമ്പഴം ഇവിടെ ഇല്ല. ഇവിടെ മൂവാണ്ടൻ മാമ്പഴമുണ്ട്, നാടൻ മാമ്പഴമുണ്ട്, പ്രിയൂർ മാമ്പഴമുണ്ട്, മൽഗോവയുണ്ട്, പിന്നെ കിളിച്ചുണ്ടൻ. കുട്ടിക്ക് ഏതാ വേണ്ടത്? നാടൻ മാമ്പഴം മതി. എത്ര വേണം? എന്താ വില? 15 രൂപ കിലോ. നാടൻ മാമ്പഴത്തിന് ഇത്ര വിലയോ? ഇപ്പോൾ എല്ലാത്തിനും നല്ല വിലയാ. വില അധികം വാങ്ങിയാൽ വല്ല മാറാരോഗവും വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. വന്നാൽ ഞാനങ്ങ് സഹിച്ചോളാം. കുട്ടി സഹായത്തിനൊന്നും വരണ്ട. അല്ല, ഇങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് 1/2 കിലോ മാമ്പഴം വേണം. അയ്യേ, 1/2 കിലോ മാമ്പഴത്തിനാണോ ഇത്ര വർത്താനം പറഞ്ഞത്? അതെ, ഞങ്ങളൊക്കെ പാവങ്ങളാ. ആണോ? കണ്ടാൽ തോന്നില്ലാട്ടോ, ഏതോ പണക്കാരി കുട്ടിയാണെന്നേ തോന്നൂ. ശരിക്കും? അതെ, ശരിക്കും. പാത്തു ഒന്ന് ചിരിച്ചു. എനിക്കിത്തിരി തിരക്കുണ്ടായിരുന്നു. എടാ ബഷീറേ, 1 കിലോ നാടൻ മാമ്പഴം എടുത്തേ, ഹക്കീം വിളിച്ചു പറഞ്ഞു. 1/2 കിലോ മതി. 1/2 കിലോ എൻ്റെ വക ഫ്രീ ആണ്. ഫ്രീയോ? അതെ. എന്ന് വന്നാലും കിട്ടുമോ ഫ്രീ? ഞാനുള്ളപ്പോൾ വന്നാൽ കിട്ടും. ആണോ? എന്നാൽ ഞാൻ ദിവസവും വരാം. വന്നോളൂ. അപ്പോഴേക്കും ബഷീർ 1 കിലോ മാമ്പഴം പൊതിഞ്ഞു കൊണ്ടുവന്നു. ഇതാ മാമ്പഴം. ശരി, എത്ര കാശായി? ഒന്നും വേണ്ട. എന്നാൽ ഞാൻ ദിവസവും വരാം. വന്നോളൂ. ശരി, ഞാൻ പോട്ടെ. പോയിട്ടെന്താ പണി? കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ആരുടെ കുട്ടികളാണ്? നാട്ടുകാരുടെ കുട്ടികൾ. ഞാൻ കരുതി എല്ലാം കുട്ടിയുടെ കുട്ടികളാണെന്ന്. അങ്ങനെ നിങ്ങളിപ്പോൾ കരുതണ്ട, ഞാൻ പോണു എന്ന് പറഞ്ഞ് പാത്തു വീട്ടിലേക്ക് നടന്നു, കയ്യിൽ മാമ്പഴപ്പൊതിയുമായി. നാളെയും വരണേ, ഹക്കീം വിളിച്ചു പറഞ്ഞു. എല്ലാ പ്രണയങ്ങൾക്കും ഒരു യാദൃശ്ചികതയുണ്ടായിരിക്കും. പാത്തുവിന് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയില്ല. കണ്ണടച്ചാൽ ഹക്കീമിൻ്റെ മുഖം മനസ്സിൽ തെളിയും. ഹക്കീമിൻ്റെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല. പാത്തുവിൻ്റെ മുഞ്ചുള്ള മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വേറെ എത്രയോ കാര്യങ്ങളുണ്ട് ഓർക്കാൻ. ഇതുമാത്രം കൺവെട്ടത്ത് നിന്ന് മായുന്നില്ല.
ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുള്ള തനിക്ക് ഇവളുടെ മുഖം മാത്രം മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്താണ്? അതെല്ലാം ആലോചിച്ചിട്ട് രണ്ടുപേരും നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് വൈകിട്ട് പതിവ് സമയത്ത് പാത്തു കടയിലെത്തി. ഇവളെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഹക്കീം കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പാത്തുവിനെ കണ്ടപ്പോൾ ഹക്കീം ഓടി വന്നു. ഇത്തിരിക്ക് എന്ത് വേണം? ഹക്കീം ചോദിച്ചു. ഇത്തിരി എന്ന് വിളിച്ചപ്പോൾ ഒരു കുറച്ചിൽ പോലെ തോന്നി പാത്തുവിന്. അതെ, എനിക്ക് നല്ലൊരു പേരുണ്ട്, അത് വിളിച്ചോ മതിയിട്ടോ. പാത്തു പരിഭവം പറഞ്ഞു. അതെന്താണാവോ ആ പേര്? ഫാത്തിമ. അയ്യേ, ഫാത്തിമ കൊള്ളൂല്ല, ഹക്കീം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എല്ലാവരും നല്ല പേരാണെന്നാണല്ലോ പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല, പേര് പഴഞ്ചൻ പേരാണ്. എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാണ്. പോവല്ലേ, എന്തെങ്കിലും വാങ്ങിയിട്ട് പോ. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കടന്നൽ കുത്തിയ മുഖം കൊണ്ട് കൊഞ്ഞനം കാട്ടി അവൾ പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി ഹക്കീമിന്. അന്ന് രാത്രിയും രണ്ടാൾക്കും ഉറക്കം വന്നില്ല. ഒരുവിധം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു അവർ. പിറ്റേന്നും പതിവ് സമയമായപ്പോൾ പാത്തുവിന് എന്തോ ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയായി. പോകില്ലാന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞു. അരമണിക്കൂർ കടന്നുപോയി. പാത്തു ആകെ വിയർക്കാൻ തുടങ്ങി. ഇനിയും പിടിച്ചു നിന്നാൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നി പാത്തുവിന്. ഉമ്മ, ഞാൻ കടയിൽ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നു പാത്തു. കടയിലെത്തിയപ്പോൾ ഹക്കീം അവിടെയില്ല. പാത്തുവിൻ്റെ ഹാർട്ടിൻ്റെ അടി കൂടി. ഒന്നും വാങ്ങാതെ പാത്തു പതിയെ തിരിഞ്ഞു നടന്നു. ഹാർട്ടിൻ്റെ അടി പാത്തുവിന് ശരിക്കും കേൾക്കാമായിരുന്നു. മുഖം വിഷാദത്തിൽ മൂടി. പാത്തു നടന്ന് വീട്ടിലേക്ക് തിരിയുന്ന തിരിവെത്തിയപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കി. അതാ വരുന്നു ഹക്കീം. പാത്തുവിൻ്റെ മുഖം പ്രകാശിച്ചു. വേഗം റോഡിലേക്ക് കയറാൻ നോക്കിയതും ബൈക്ക് പാത്തുവിനെ കാണാതെ നേരെ പോയി. പാത്തുവിന് ആകെ നിരാശയായി. മുഖം വീണ്ടും കടന്നൽ കുത്തിയ പോലെയായി. എന്നെ കണ്ടിട്ട് എന്തേ കാണാത്ത പോലെ പോയി? മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കയറി വന്നു. ഏയ്, കണ്ടിട്ടുണ്ടാവില്ല. അല്ലല്ല, കണ്ടിട്ട് കാണാതെ പോയ പോലെയാണ്. മനസ്സിൽ സംഘർഷമായി. ഇതിനിടയിൽ അറിയാതെ കുറച്ചു ദൂരം ബൈക്കിൻ്റെ പുറകെ പോയി. തനിക്കിത് എന്തിൻ്റെ കേടാ അയാളുടെ പുറകെ പോകാൻ? വേറെ പണിയൊന്നുമില്ലേ? സ്വയം ചോദിച്ചുകൊണ്ട് പാത്തു അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് നടന്നു. പക്ഷേ കാലുകൾ കല്ല് കെട്ടിയിട്ട പോലെ മെല്ലെയാണ് നീങ്ങിയത്. ഹക്കീം വണ്ടി കടയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ കൗണ്ടറിലേക്ക് കയറി. സാധനങ്ങൾ വാങ്ങാൻ വന്നവരിൽ പാത്തു ഉണ്ടോ എന്ന് ആദ്യം നോക്കി. കാണാതായപ്പോൾ ഒരു നിരാശ മുഖത്ത് നിഴലിച്ചു. വന്നു പോയിട്ടുണ്ടാകുമോ? ആരോടാ ചോദിക്കുക? ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും? അനാവശ്യമായ ചോദ്യങ്ങൾ തലയിൽ കിടന്ന് സംഘർഷമുണ്ടാക്കാൻ തുടങ്ങി. ക്യാഷ് കൗണ്ടറിൽ പോയി ഇരുന്നു. ഇടയ്ക്കിടെ കണ്ണുകൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. ആളെ കാണാത്ത കാരണം നിരാശയായിരുന്നു ഫലം. സമയം പോയിക്കൊണ്ടേയിരുന്നു. ഹക്കീമിൻ്റെ മുഖത്ത് നിരാശ നിഴലിച്ചു. അവൾ വരുന്ന സമയം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. മനസ്സ് വെറുതെ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു. താൻ എന്താ ഈ മാതിരി ചിന്തകൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? സ്വയം ചോദിച്ചു. രാത്രി കട പൂട്ടി പോരുമ്പോഴും ഇന്നലെ വെറുതെ പേരിനെ ചൊല്ലി വഴക്കുണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് മനസ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ച് എന്ന് വരുത്തി വേഗം ഉറങ്ങാൻ കിടന്നു ഹക്കീം. പക്ഷേ ഉമ്മച്ചി ഇത് കണ്ട് ബേജാറായി. ഇതെന്ത് പറ്റി കുട്ടിക്ക്? ഇങ്ങനെ നേരത്തെ കിടക്കുക പതിവില്ലാത്തതാണല്ലോ. ഭക്ഷണം കഴിഞ്ഞ് ഉപ്പയുമായി സംസാരിച്ചിരുന്നിട്ടാണ് ഉറങ്ങാൻ പോകാറ്. ഇന്ന് അതുണ്ടായില്ല. ഇനി ഉപ്പ വല്ലതും ചീത്ത പറഞ്ഞു കാണുമോ? ഉമ്മയുടെ മനസ്സിൽ ആദി കൂടി വന്നു. എന്തായാലും ഉപ്പയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് കണക്കാക്കി ഖദീജ നേരെ ചാരുകസേരയിൽ കിടക്കുന്ന ഹാജിയുടെ മുൻപിലെത്തി. ഖദീജ ഹാജിയാരോട് ചോദിച്ചു. ദേ, നിങ്ങളുടെ മോനിതെന്ത് പറ്റി? അവനെന്ത് പറ്റിയെന്ന് അവനോട് ചോദിക്കൂ. ഹാജിയാർ പറഞ്ഞു. നിങ്ങൾ വല്ല വഴക്കും പറഞ്ഞോ അവനെ? എന്തിനു വഴക്ക് പറയണം? ഇതെന്താ നിനക്ക് പറ്റിയേ ഇപ്പോൾ? എനിക്കൊന്നും പറ്റിയില്ല. ഓൻ്റെ മോന്ത കണ്ടപ്പോൾ എന്തോ വലിയ വിഷമം പിടിച്ച പോലെ തോന്നി, അതാ ചോദിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ മുറിയിൽ പോയി ചോദിക്ക് എന്താ പറ്റിയേ എന്ന്. വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കാതെ. ഖദീജ നേരെ ഹക്കീമിൻ്റെ മുറിയിൽ ചെന്നു. മോനെ, നിനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലുമ്മ. പിന്നെ ഇന്ന് നീ എന്താ നേരത്തെ കിടന്നേ? അത് വയ്യാതെ കിടന്നതാണ് ഉമ്മ. ഇന്ന് കടയിൽ നല്ല പണിയായിരുന്നു, അതിൻ്റെ ക്ഷീണമാണ്. ആണോ? എന്നാൽ വേഗം ഉറങ്ങിക്കോ. ഖദീജ ഹാജിയാരുടെ അടുത്തേക്ക് പോയി. ഓന് കടയിൽ നല്ല പണിയായിരുന്നു എന്നാ പറഞ്ഞത്. ഇപ്പോൾ നിനക്ക് സമാധാനമായല്ലോ? ഉവ്. നിന്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. എന്തേ? എൻ്റെ കാലൊന്ന് തിരുമ്മിത്തരാൻ. കാലിനെന്താ പറ്റിയേ? കാലിനൊന്നും പറ്റിയില്ല. എൻ്റെ കൈകൊണ്ട് തടവുമ്പോൾ നല്ല സുഖാ, അതുകൊണ്ടാ. എൻ്റെ കാല് ആരാ ഒന്ന് തിരുമ്മിത്തരാ? രാവിലെ തൊട്ട് പണിയെടുത്ത് കാല് നീര് വന്നിരിക്കുകയാണ്, അറിയോ? പറഞ്ഞാലല്ലേ ഞാനറിയൂ. ഇപ്പോൾ പറഞ്ഞില്ലേ? നീ വേഗം അടുക്കളയിലെ പണി തീർത്തിട്ട് വാ, ഞാൻ തിരുമ്മിത്തരാം. സത്യമായിട്ടും? അതെ. എന്നാൽ ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. ഇടിവെട്ടി മഴ പെയ്യട്ടെ, എന്നാലേ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റൂ.
ഇങ്ങക്ക് ഇപ്പോഴും ആ വിചാരം മാത്രമേ ഉള്ളൂ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? പതിവില്ലാത്ത സ്നേഹം കണ്ടപ്പോൾ ചോദിച്ചതാ. ഇതാ ഇപ്പോൾ നന്നായേ. സ്നേഹിക്കാ അപ്പോൾ കുറ്റം, സ്നേഹിച്ചില്ലെങ്കിൽ അപ്പോഴും കുറ്റം. എന്താ ഇത്? അയ്യോ, ഞാൻ വഴക്കിനൊന്നും പറഞ്ഞതല്ലേ, ചുമ്മാ പറഞ്ഞതാ, ഖദീജ പറഞ്ഞു. എന്നാ വേഗം പണി കഴിഞ്ഞു വാ. ഖദീജ വേഗം പണിയെല്ലാം കഴിഞ്ഞു വന്നു. നീ വേഗം ആ തൈലത്തിൻ്റെ കുപ്പി ഇങ്ങോട്ടെടുത്തോ. ഖദീജ വേഗം തൈലത്തിൻ്റെ കുപ്പി എടുത്ത് വന്നു. അപ്പോൾ പുറത്ത് നല്ല കാറ്റും അതിൻ്റെ പിന്നാലെ ശക്തമായ മഴയും ഒപ്പം അകമ്പടിക്ക് ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഇടിമിന്നലേറ്റപ്പോൾ കറന്റും പോയി. ഹാജിയാർ വേഗം വലിയ ടോർച്ചെടുത്ത് കത്തിച്ചു. ഇനിയിപ്പോൾ ഇന്ന് കറന്റ് വരുമെന്ന് തോന്നുന്നില്ല. നീ വേഗം ആ റാന്തലെടുത്ത് കത്തിച്ചോ. ഖദീജ വേഗം റാന്തൽ കത്തിച്ചു. നീ ആ പായയിൽ കിടന്നു, ഞാൻ തൈലം തേച്ച് തരാം. ഖദീജ വേഗം പായയിൽ കിടന്നു. ഹാജിയാർ തൈലം കയ്യിൽ പുരട്ടി ഖദീജയുടെ കാലിൻ്റെ മുട്ടിൽ തേച്ചു താഴേക്കൊഴിഞ്ഞു. ഖദീജയ്ക്ക് നല്ല സുഖം തോന്നി. നഗ്നമായ കാലുകൾ കണ്ടപ്പോൾ ഹാജിയാരുടെ തലച്ചോറിൽ ഒരു വൈദ്യുത പ്രവാഹമുണ്ടായി. പുറത്ത് നല്ല കാറ്റും മഴയും തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല ഇടിവെട്ടി ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അകത്ത് ഹാജിയാർ ഖദീജയുടെ കാലിൽ തൈലം തേച്ച് തടവി കൊടുത്തു. കുറച്ചു നേരം തടവിയ ശേഷം ഹാജിയാർ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. എന്നാൽ നമുക്ക് കിടക്കാം. ശരി, കിടക്കാം. ഹാജിയാർ റാന്തലിൻ്റെ തിരി താഴ്ത്തി. പാത്തു അന്ന് രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്താ ഉറക്കം വരാത്തത് എന്ന് പാത്തു ആലോചിച്ചു. സാധാരണ കിടക്ക കാണുമ്പോഴേക്കും ഉറങ്ങുന്നതാണ് ശീലം. അതിനിടയിൽ ഇടിവെട്ടി നല്ല മഴ പെയ്തു. പാത്തു ജനാല തുറന്നിട്ട് മഴ നോക്കി നിന്നു. നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് തള്ളിക്കയറി വന്നു. കാറ്റത്ത് മരച്ചില്ലകൾ ആടി ഉലയുന്നത് ഇടിമിന്നലിൽ നന്നായി കാണാമായിരുന്നു. ശക്തിയായി മഴത്തുള്ളികൾ ഓടിൽ പതിച്ച് നിലത്തേക്കൊഴുകി മുറ്റത്ത് വലിയ കുളമായി തീർത്തു. വീണ്ടും കിടക്കയിൽ വന്ന് കിടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു മുറിയിൽ. അപ്പോഴേക്കും അവൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇതാണോ പ്രണയം എന്ന് പറയുന്നത്? ഒരു ദിവസം കാണുമ്പോഴേക്കും ഒരാളോട് പ്രണയം തോന്നുമോ? ഒരു ദിവസം കാണാതാവുമ്പോഴേക്കും മനസ്സ് വിഷമിക്കുമോ? പ്രണയിച്ച് മുൻപരിചയമില്ലാത്ത കാരണം അതിനുള്ള ഉത്തരമൊന്നും മനസ്സിൽ പൊന്തി വന്നില്ല. ആരോടാ ഇത് ചോദിക്കുക? ആരുടെയും മുഖം ഓർമ്മയിൽ വന്നില്ല. ഇന്നലെ അവനെ കാണാതായപ്പോൾ തൊട്ടുള്ള മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും. പുലർച്ചെ കോഴി കൂവിപ്പോഴാണ് ചെറിയ ഒരു മയക്കത്തിലേക്ക് വീണത്. ഹക്കീമും രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് നിദ്ര അവനെ തൊട്ടു തൊല്ലയോടിയില്ല. നിദ്ര വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. അതിനിടയിൽ നല്ല ഇടിയും വെട്ടി മഴയും പെയ്തു. ഹക്കീമും കുറച്ചു നേരം ജനാലയിൽ കൂടി മഴ നോക്കി നിന്നു. കടയിൽ പോയി വന്നാൽ ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങാറാണ് പതിവ്. ഇന്നെന്തേ ഉറക്കം വരാത്തത്? ഒരു മൊഞ്ചത്തിയെ കണ്ടപ്പോഴേക്കും തൻ്റെ ഉറക്കം നഷ്ടപ്പെടണമെങ്കിൽ എന്താവും കാരണം? അതാണോ പ്രണയം എന്ന് പറയുന്നത്? അതിന് നമ്മൾ ആ വക കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. കണ്ണടച്ചാൽ അവളുടെ മുഖം തെളിഞ്ഞു വരുന്നു. ഉറക്കം വരുന്നതും ഇല്ല. എന്താ ഇത്? ഹക്കീം മഴയത്തേക്ക് നോക്കി നിന്ന് ആലോചിച്ചു. നല്ല തണുത്ത കാറ്റ് മുറിയിലേക്ക് കയറി മുറിയാകെ തണുപ്പിച്ചു. ഇടയ്ക്ക് ഇടിവെട്ടുമ്പോൾ ചിന്തകളിൽ നിന്നുണരും ഹക്കീം. ആദ്യ കാഴ്ചയിലെ പ്രണയം എന്ന് പറയുന്നത് ഇതാണോ? പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ട് എന്ന്. പക്ഷേ തനിക്ക് ഇന്ന് വരെ അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. ഇനി അവൾക്ക് അങ്ങനെയുണ്ടാകുമോ? എങ്ങനെ അറിയാം? എല്ലാം വെറും തോന്നലാവുമോ? ഒന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആരോടാ ചോദിക്കുക? ചോദിച്ചാൽ നിനക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കില്ലേ? പിന്നെ എന്ത് ചെയ്യും? ഇത്ര നല്ല മഴ പെയ്ത് തണുത്ത കാറ്റ് വീശിയിട്ട് വരെ ഉറക്കം വരുന്നില്ല. എന്തായാലും നാളെ നേരം പുലർന്നിട്ട് എന്തെങ്കിലും പരിഹാരം കാണണം. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്ന് കരുതി ഹക്കീം കട്ടിലിൽ വന്ന് കിടന്നു. അരികിൽ നീയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. കോളേജിലേക്ക് പാടിയ പാട്ടൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. അത് പാടുമ്പോൾ പോലും ഒരു മൊഞ്ചത്തിയും മനസ്സിൽ ഇല്ലായിരുന്നു. ഓരോന്ന് ചിന്തിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മഴ മാറി. വെളുപ്പിന് കോഴി കൂവിയപ്പോഴാണ് കണ്ണൊന്ന് അടഞ്ഞുപോയത്. പിറ്റേന്ന് രാവിലെ ഹക്കീം നേരത്തെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഡ്രസ് മാറി നേരെ വണ്ടിയെടുത്ത് കടയിലേക്ക് പോയി. അപ്പോഴേക്കും പണിക്കാർ കച്ചവടം തുടങ്ങിയിരുന്നു. രാവിലെ റീറ്റെയിൽ കച്ചവടക്കാരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. അക്ബറിക്ക എല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു. ഹക്കീം ക്യാഷ് കൗണ്ടറിൽ കയറിയിരുന്ന് ക്യാഷ് വാങ്ങാനായി തുടങ്ങി. അത് അക്ബറിക്കക്ക് ഒരാശ്വാസമായി. സാധാരണ ഹക്കീം രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ടാണ് കടയിൽ വരാറുള്ളത്. ഇന്ന് ആദ്യമായാണ് നേരത്തെ വരുന്നത്. 9 മണിയായപ്പോഴേക്കും റീറ്റെയിൽ കടക്കാരുടെ തിരക്ക് കഴിഞ്ഞു. പണിക്കാർ എല്ലാവരും കഞ്ഞി കുടിക്കാൻ പോയി. അക്ബറിക്ക ഹക്കീമിനോട് പറഞ്ഞ് വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ പോയി. ഇനി 11 മണിക്ക് അക്ബറിക്ക വരൂ. ഹക്കീം ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തി അലമാരയിൽ വെച്ച് പൂട്ടി. റീറ്റെയിൽ ഷോപ്പിൽ ഇടയ്ക്ക് ഓരോരുത്തർ വന്നും പോയും ഇരുന്നു. അതെല്ലാം ഹക്കീം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. 1-2 പണിക്കാർ കഞ്ഞി കുടി കഴിഞ്ഞ് മടങ്ങിയെത്തി.
പാത്തു അന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ കഴിച്ച് കുളിച്ചു. ഉമ്മയുണ്ടാക്കിയ പത്തിരിയും കോഴിക്കറിയും കഴിച്ചു. നീലപ്പുള്ളിപ്പാവാടയും ബ്ലൗസും നീലത്തട്ടവും അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കി. സൗന്ദര്യം സ്വയം ആസ്വദിച്ചു. ഉമ്മച്ചി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണോ? വേണം. എന്നാൽ ഞാൻ കടയിൽ പോയിട്ട് വരാം. ഇതെന്താ നേരത്തെ മോളെ? വൈകിട്ട് കടയിൽ നല്ല തിരക്കാണുമ്മി. എന്നാൽ എഴുതിയെടുത്തോ. ഉമ്മ പറഞ്ഞു കൊടുത്തത് എഴുതിയെടുത്ത് സഞ്ചിയും പൈസയുമായി പാത്തു കടയിലേക്ക് പോകാനിറങ്ങി. ഇറങ്ങും മുമ്പ് കണ്ണാടിയിൽ നോക്കി ഒന്നുകൂടി തൃപ്തി വരുത്താൻ മറന്നില്ല പാത്തു. നീലപ്പാവാടയും നീല ജാക്കറ്റും നീല ഷോൾ തലയിൽ കൂട്ടിയിട്ട് കഴുത്തിൽ ചുറ്റിയിട്ടു. ആ വേഷത്തിൽ പാത്തു അതീവ സുന്ദരിയായിരുന്നു. നീല പ്രണയത്തിൻ്റെയും വിശാലതയുടെയും നിറമായതിനാലാണോ എന്തോ ആ നിറം പാത്തുവിന് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ആദ്യം ചിരിക്കണോ അതോ വർത്തമാനം പറയണോ അതോ ഒരു പരിചയമില്ലാത്ത പോലെ സാധനങ്ങൾ വാങ്ങി പോരണോ? പാത്തുവിൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. പ്രണയം ആണുങ്ങളല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് കഥകളിൽ വായിച്ചിരിക്കുന്നത്. എവിടെയും പെണ്ണ് പ്രണയം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടില്ല. ആദ്യം അവൻ പറയട്ടെ, ഞാനായിട്ട് നിയമം ലംഘിക്കണ്ട. അങ്ങനെയെല്ലാം ആലോചിച്ച് നടക്കുന്നതിനിടയിൽ കടയുടെ അടുത്തെത്താറായി. പാത്തുവിൻ്റെ ഹൃദയം പതിവിലും വേഗത്തിൽ അടിക്കാൻ തുടങ്ങി. കാലുകൾക്ക് വേഗത കുറഞ്ഞ പോലെ തോന്നി. ഹക്കീം അകലെ നിന്ന് തന്നെ പാത്തുവിനെ കണ്ടു. ഹക്കീമിൻ്റെ ഹൃദയം പതിവിലും വേഗത്തിൽ അടിക്കാൻ തുടങ്ങി. അവളെ കണ്ടാൽ ആദ്യം ചിരിക്കണോ? വേണ്ട. അവൾ കോന്തൻ എന്ന് കരുതിയാലോ? ഗൗരവത്തിൽ നിൽക്കാം, അതാണ് നല്ലത്. വായിച്ച കഥകളിൽ എല്ലാം ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ അടുത്ത് പ്രണയം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരി തന്നെ. അവൾക്ക് വേറെ വല്ലവരുമായി പ്രേമമുണ്ടെങ്കിൽ താൻ ചമ്മിപ്പോവില്ലേ? ആദ്യം അവളുടെ മനസ്സറിയട്ടെ, എന്നിട്ട് പറയാം. അതുവരെ ഗൗരവത്തിൽ നിൽക്കാം. മനസ്സ് ഉത്തരം തന്നു. അത് നല്ലതാണെന്ന് തോന്നി ഹക്കീമിന്. പാത്തു വരുന്നത് കണ്ടപ്പോൾ ഹക്കീം വേഗം കൗണ്ടറിൽ കയറി കാശ് എണ്ണാൻ തുടങ്ങി. കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പാത്തു ചെല്ലുമ്പോഴേക്കും അവരെല്ലാവരും പോയി. പണിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്നിരുന്നില്ല. പാത്തു അവിടെ നിന്ന് ഹക്കീമിനെ നോക്കി. ഹക്കീം നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒന്ന് പാളി നോക്കി. ആ നോട്ടം പാത്തുവിൻ്റെ കണ്ണുമായി ഉടക്കി. പെട്ടെന്ന് പിൻവലിച്ചു. പിന്നെയും നോട്ട് എണ്ണിക്കൊണ്ടിരുന്നു. പക്ഷേ എണ്ണം തെറ്റി. ഒന്ന് പാളി. പാത്തുവിനെ നോക്കി. അപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു ചമ്മിയ ചിരി ചിരിച്ചു. അവളും അത് മനസ്സിലായ പോലെ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എണ്ണം തെറ്റിയോ? അവൻ ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അല്ല, ശ്രദ്ധ പോകാൻ എന്താ ഉണ്ടായേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. വല്ല മൊഞ്ചത്തിയും മനസ്സിൽ കയറി കൂടിയോ? അവൾ ചോദിച്ചു. ഏയ് ഉണ്ട്, മുഖം കണ്ടാൽ അറിയാം. അവൾ വിട്ടില്ല. ഉവ്വോ, അതറിയാൻ പറ്റുമോ? പറ്റും. അവരെ കാണുമ്പോൾ മനസ്സിന് ഒരു ഇളക്കം വരും. അവൾ ആധികാരികമായി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അതിന് നീ വല്ലവരെയും പ്രേമിച്ചിട്ടുണ്ടോ? ഇത്ര ആധികാരികമായി പറയാൻ ഹക്കീമിന് അതറിയാൻ ആകാംക്ഷ കൂടി. എന്നെ പ്രേമിച്ചിട്ടുണ്ട്, അവൾ കുറച്ച് നാണത്തോടെ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ എവിടെ? ഹക്കീമിന് ആകാംക്ഷ വർദ്ധിച്ചു. അവരൊക്കെ വേറെ പെണ്ണ് കെട്ടി സുഖമായി ജീവിക്കുന്നു, അവൾ പറഞ്ഞു. നീ എന്തേ കെട്ടാത്തേ? അവന് തിരക്കായതറിയാൻ. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം വേണ്ടാന്ന് വെച്ചു. എന്തായിരുന്നു അവർക്ക് കുറവ്? അവർക്ക് ആണത്തമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ഹക്കീമിൻ്റെ മനസ്സിൽ ഒരു സംശയം കടന്നുകൂടി. ഇനി തനിക്കും ആണത്തമില്ലാന്ന് പറയോ അവള്? എന്താ ആലോചിക്കണേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല, അവൾ ഓർമ്മിപ്പിച്ചു. എന്തിന്? വല്ലവരെയും പ്രേമിക്കുന്നുണ്ടോന്ന്? അയ്യോ ഇല്ല. എന്തേ പ്രേമിക്കാത്തേ? അത് പിന്നെ മനസ്സിന് പിടിച്ചവരെ ഒന്നും കിട്ടിയില്ല. കിട്ടിയാൽ പ്രേമിക്കും അല്ലേ? എന്താ സംശയം? ഇപ്പോൾ വല്ലവരും മനസ്സിലുണ്ടോ? ആരാ? നീ തന്നെ. അതിന് എനിക്കിഷ്ടമാവേണ്ടേ? അവൻ്റെ മുഖം വല്ലാതായി. അതവൾ ശ്രദ്ധിച്ചു. ഇത്തിരി സാധനങ്ങൾ വേണം. ഇതാ ലിസ്റ്റ്. അവൾ സംഭാഷണം തിരിച്ചു വിട്ടു. അവൻ ലിസ്റ്റ് വാങ്ങി സാധനങ്ങൾ വേഗം എടുത്തു കൊടുത്തു. എത്രയായി? അവൻ തുക കൂട്ടി പറഞ്ഞു. അവൾ പൈസ കൊടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷാദം നിറഞ്ഞിരുന്നു ആ മുഖത്ത്. പോകുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ പെരുത്തിഷ്ടാണ്. അത് കാതിൽ പതിച്ചപ്പോൾ അവൻ്റെ മുഖം 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ പ്രകാശിച്ചു. അവൻ അവിടെ നിന്ന് തുള്ളിച്ചാടി. പിന്നീട് അവരുടെ പ്രണയകാലമായിരുന്നു. ബീച്ചിലും പാർക്കിലും ഇണക്കുരുവികളെപ്പോലെ കറങ്ങി പ്രേമിച്ചു അവർ. വിവരം ഹാജിയാരുടെ ചെവിയിലും എത്തി. കേട്ടതൊക്കെ നേരാണോ ഹക്കീമേ? ഹാജിയാർ ചോദിച്ചു. ശരിയാണ് ബാപ്പ. നീ അവളെ കെട്ടാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്താ അവളുടെ പേര്? ഫാത്തിമ. നല്ല പേര്. എവിടെയാണ് അവളുടെ വീട്? കട കഴിഞ്ഞ് വളവ് തിരിഞ്ഞ് ഉള്ള ഇടവഴിയിലാണ്. പെരയിൽ ആരൊക്കെയുണ്ട്? അവളുടെ ഉമ്മ, അവളുടെ ഇക്ക. ചെറിയ കുടുംബമാണല്ലേ? അതെ. എന്നാൽ നാളെ ഞാൻ അവളുടെ പെര വരെ പോയിട്ട് വരാം. നീയും പോന്നോ എൻ്റെ കൂടെ? ശരി ബാപ്പ. പിറ്റേന്ന് 10 മണിക്ക് പാത്തുവിൻ്റെ വീട്ടിലേക്ക് 2 പേരും എത്തി. ഇത് പ്രതീക്ഷിക്കാത്ത പാത്തുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്തൊക്കെയോ ചെയ്ത് മൊയ്തു അവരെ സ്വീകരിച്ചു. എന്താ 2 പേരും ഇങ്ങോട്ട് വന്നത്? ഇതെൻ്റെ മകനാണ് ഹക്കീം. ഇവന് ഇവിടുത്തെ ഫാത്തിമയെ പെരുത്ത് ഇഷ്ടായിരിക്കുന്നു. അവളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഹാജിയാരുടെ മകന് എൻ്റെ പെങ്ങളെ ഇഷ്ടമായെന്നോ? അതെ.
ഇപ്പോൾ അവളെ കെട്ടിച്ച് വിടാൻ പറ്റിയ ചുറ്റുപാടിലല്ല ഞങ്ങൾ. പണത്തിൻ്റെ കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പെണ്ണിനെ തന്നാൽ മതി. കല്യാണ ചിലവോർത്ത് ബേജാറാവേണ്ട. വലിയ ഉപകാരം ഹാജിയാരെ. ഫാത്തിമ അവർക്ക് ചായ കൊണ്ടുകൊടുത്തു. ചായകുടി കഴിഞ്ഞ് പോകുമ്പോൾ ഹാജിയാർ പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ നിക്കാഹ് നടത്താം. പറ്റിയ ദിവസം പിന്നീട് തീരുമാനിക്കാം. ശരിയെന്ന് മൊയ്തു സമ്മതം മൂളി. പോകുന്ന വഴി ഹക്കീം പാത്തുവിനെ പാളി നോക്കി. പാത്തു നിറഞ്ഞ ചിരി ചിരിച്ചു. അപ്പോൾ മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നിട്ട് നീ കലമുടച്ചു അല്ലേ പാത്തു? ജാനു ചോദിച്ചു. അത് കേട്ട് മൊയ്തുവും പാത്തുവും വേലായുധനും ചിരിച്ചു. മൊയ്തു, വീട് ഇളക്കിമേയൽ നാളെ തന്നെ തുടങ്ങണം. അത് കഴിഞ്ഞ് കുമ്മായം അടിക്കണ്ടേ? വേലായുധൻ ചോദിച്ചു. 2 ദിവസത്തിനുള്ളിൽ തുടങ്ങണം, മൊയ്തു പറഞ്ഞു. അതെ, ഇനി 1 മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. ഞാൻ വന്നിട്ട് മതിയിട്ടോ കല്യാണം. പാത്തുവേ, ജാനു പറഞ്ഞു. അത് അത്രേ ഉള്ളൂ. എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടതല്ലേ ജാനുവേച്ചി? പാത്തു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ചെന്നിട്ട് കുറച്ച് പണികളുണ്ട്, മൊയ്തു പറഞ്ഞു. ശരി മൊയ്തു, വേലായുധൻ പറഞ്ഞു. മക്കളെ കുറുമ്പ് കാട്ടാതിരിക്കനാട്ടോ, ജാനു പറഞ്ഞു. എന്നിട്ട് 2 പേർക്കും മുത്തം നൽകി. വേലായുധൻ ആശുപത്രിയുടെ പടി വരെ അവരെ അനുഗമിച്ചു. എന്നാൽ നാളെ കാണാം വേലായുധേട്ടാ എന്ന് പറഞ്ഞ് മൊയ്തു അവരെയും കൊണ്ട് പടിക്ക് പുറത്തേക്ക് കടന്നുപോയി. മക്കൾ തിരിഞ്ഞു നിന്ന് അച്ഛാ ടാറ്റ എന്ന് പറഞ്ഞു. ടാറ്റ മക്കളെ. വേലായുധൻ അവർക്ക് ടാറ്റ നൽകി. അവർ കണ്ണിൽ നിന്ന് മായുന്നത് വരെ നോക്കി നിന്ന് വേലായുധൻ മുറിയിലേക്ക് മടങ്ങി. കഞ്ഞി കുടിക്കല്ലേ ജാനു? അതിനു മുൻപ് ഒന്ന് ബാത്റൂമിൽ പോകണം വേലായുധേട്ടാ. ഞാൻ പാത്രം എടുത്തു വരാം. വേണ്ട വേലായുധേട്ടാ, അവിടെ പോയാലേ ഒരു സുഖം കിട്ടൂ. വേലായുധൻ പതുക്കെ ജാനുവിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി കട്ടിലിൽ. എന്നിട്ട് മെല്ലെ പിടിച്ച് താഴേക്ക് നിർത്തി. ജാക്കറ്റിടാൻ പറ്റാത്ത കാരണം പുതപ്പിച്ചിരുന്ന പുതപ്പ് അഴിച്ച് കട്ടിലിൽ ഇട്ടു. ഒരു ഒറ്റമുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. ആ മുണ്ടടിച്ച് ശരിയാക്കി 2ാമത് ഉടുപ്പിച്ചു വേലായുധൻ. ജാനുവിൻ്റെ അരയ്ക്ക് ചുറ്റിപ്പിടിച്ചു മെല്ലെ നടത്തി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വേലായുധൻ. ബാത്റൂമിൽ കയറി ഒറ്റമുണ്ട് ഊരി അഴക്കയിലിട്ടു ജാനു. വേലായുധൻ അവരെ ക്ലോസറ്റിലേക്ക് പിടിച്ചിരുത്തി. എല്ലാം കഴിഞ്ഞ് കഴുകി ചന്തിയെല്ലാം തുടച്ച് ഒറ്റമുണ്ടെടുത്ത് മെല്ലെ പുറത്തേക്ക് വന്നു കട്ടിലിൽ കൊണ്ടിരുത്തി. വേലായുധൻ കഞ്ഞിപ്പാത്രം തുറന്ന് കഞ്ഞി കോരി കൊടുത്തു ജാനുവിന്. കഞ്ഞിയും ചമ്മന്തിയും നല്ല രുചിയുണ്ട് വേലായുധേട്ടാ. അതാണ് ശങ്കരേട്ടൻ്റെ കൈപുണ്യം. അതെ അതെ, കൈപുണ്യം തന്നെ, ജാനു പറഞ്ഞു. കഞ്ഞി കുടി കഴിഞ്ഞ് വായയെല്ലാം കഴുകി നനഞ്ഞ തോർത്തുകൊണ്ട് മുഖവും ദേഹവും തുടച്ച് തോർത്ത് നനച്ച് ദേഹം മുഴുവൻ തുടച്ചു വേലായുധൻ. ഇപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ടോ ജാനു? വിയർപ്പ് പോയപ്പോൾ നല്ല സുഖമുണ്ട് വേലായുധേട്ടാ. ചൂടൊന്ന് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. വേലായുധൻ വാതിൽ തുറന്നു. നേഴ്സായിരുന്നു. 1 ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ചേട്ടനൊന്ന് പുറത്ത് നിൽക്കണം, നേഴ്സ് പറഞ്ഞു. വേലായുധൻ പുറത്തേക്ക് പോയി. നേഴ്സ് ജാനുവിൻ്റെ പുറം മൂടിയിരുന്ന പുതപ്പ് എടുത്ത് മാറ്റി ജാനുവിനോട് കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞു. ജാനു കമിഴ്ന്ന് കിടന്നു. നേഴ്സ് ജാനുവിൻ്റെ പുറത്ത് ഒട്ടിച്ചിരുന്നത് പതുക്കെ പറിച്ചെടുത്തു. പറിക്കുമ്പോൾ ചെറിയ വേദനയുണ്ടായിരുന്നു. ജാനു അത് പല്ല് കടിച്ച് പിടിച്ച് സഹിച്ചു. നേഴ്സ് അത് വൃത്തിയാക്കി ബെറ്റാഡിയൻ ഓയിൻമെൻറ്റ് പുരട്ടി പഞ്ഞി വെച്ച് ഒട്ടിച്ചു. 1 ഇഞ്ചക്ഷൻ ഉണ്ട്. രാവിലെ ഏത് ചന്തിയിലാണ് എടുത്തത് എന്ന് ഓർമ്മയുണ്ടോ? ഉവ്വ് സിസ്റ്റർ, ഇടത്തെ ചന്തിയിലാണ്. എന്നാൽ ഇത് വലത്തെ ചന്തിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നേഴ്സ് ഒറ്റമുണ്ടിൻ്റെ കുത്തഴിച്ച് വലത്തെ ചന്തി ഭാഗത്തെ മുണ്ട് താഴ്ത്തി സിറിഞ്ചിൻ മരുന്ന് നിറച്ച്. കുത്താൻ പോവാട്ടോ, അധികം ബലം പിടിക്കല്ലേ എന്ന് പറഞ്ഞ് പഞ്ഞി കൊണ്ട് ചന്തിയിൽ അമർത്തി തുടച്ച ശേഷം സൂചി കുത്തിയിറക്കി മരുന്ന് കയറ്റി. ജാനു വേദന കൊണ്ട് പല്ല് കടിച്ച് പിടിച്ചു. മരുന്ന് കഴിഞ്ഞപ്പോൾ സൂചി വലിച്ചൂരി പഞ്ഞുകൊണ്ട് ശക്തമായി തടവി. നേഴ്സ് പോയപ്പോൾ വേലായുധൻ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. പെട്ടെന്ന് ആരും കയറണ്ടെന്ന് കരുതിയതാണ് കുറ്റിയിട്ടത്. വാതിൽ കുറ്റിയിട്ട് വന്ന് വേലായുധൻ 2 ചന്തിയും തടവി. ഇഞ്ചക്ഷൻ്റെ പാടാണല്ലോ 2 ചന്തിയിലും ജാനു. അത് ഉണങ്ങാനും വേദനയ്ക്കുമുള്ള ഇഞ്ചക്ഷനാണ്. അതാണ് ചന്തിയിൽ കുത്തിവെക്കുന്നത്. കയ്യിൽ ചെയ്താൽ വേദന കൂടുതലായിരിക്കും. ഇനി നീ എവിടെയും പണിക്ക് പോകണ്ടാട്ടോ. അപ്പോൾ ഇനി ഞാൻ പുറത്തേക്കൊന്നും പോകണ്ടേ? ഇനി നീ എവിടേക്കും പോകണ്ട. ഇനി നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി പണിക്കൊന്നും പോകണ്ട, എവിടേക്കും പോകണ്ട. എല്ലാം ഞാൻ സമ്പാദിച്ചോളാം. നീ പിള്ളേരുടെയും എൻ്റെയും കാര്യം നോക്കി വീട്ടിലിരുന്നാൽ മതി. നിൻ്റെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. ആ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ട് ജാനുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകി. അയ്യേ, ഇതെന്തിനാ കരയുന്നേ ജാനു? വേലായുധേട്ടൻ്റെ സ്നേഹം കണ്ടപ്പോൾ കരച്ചിൽ വന്നതാണ്.